തെക്കേ അമേരിക്കയിലുള്ള അർജന്റീന, ചിലി എന്നീ രാജ്യങ്ങളുടെ തെക്കേ അറ്റത്തായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് പാത്തഗോണിയ. ലോകത്തിലെ തന്നെ അതിമനോഹരമായ സ്ഥലങ്ങളിലൊന്നാണത്. അന്റാർട്ടിക്കയും ഗ്രീൻലാൻഡൊക്കെ കഴിഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഐസ് ഗ്ലേസിയേഴ്സ് ഉള്ളത് ഇവിടെയാണ്. അതിൽ ചിലിയിലെ പാത്തഗോണിയയുടെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് ടോറസ് ഡെൽ പൈൻ. അവിടെ ചെയ്യാവുന്ന അനവധി ട്രക്കിങ്ങുകളിലൊന്നായ ലോകപ്രസിദ്ധമായ W ട്രക്കിംഗ് ചെയ്യാനായിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ അവസാനം ഞാൻ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഈ ചിലി വിസ നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയച്ചു തരികയാണ് ചെയ്യുക, അപ്രൂവ് ആയി കഴിഞ്ഞാൽ. ആ ഇമെയിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ബ്രസീലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഞാൻ ബ്രസീലിലെ സാവോ പോളോയിലേക്ക് പോയി അവിടെ നിന്നൊരു ഫ്ലൈറ്റിൽ ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോയിലേക്കും അവിടെ നിന്ന് തെക്കേറ്റത്തുള്ള ഒരു കൊച്ചു പട്ടണമായ പോർട്ടോ നൊതാലസിലേക്കും യാത്ര തിരിച്ചു. ഈ പോർട്ടോ നൊതാലസ് എന്നുള്ള പട്ടണമാണ് ടോറസ് ഡെൽ പൈൻ നാഷണൽ പാർക്കിലേക്കുള്ള ഒരു വാതിലെന്ന് വേണമെങ്കിൽ പറയാം. തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഹിമാലയത്തിലെ എവറസ്റ്റ്, അന്നപൂർണ തുടങ്ങിയ ബേസ് ക്യാമ്പിലേക്കൊക്കെ ട്രക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഒരിടത്തും ടെൻ്റ് അടിച്ച് കിടന്നിട്ടില്ല. അപ്പോൾ ഇനി ആദ്യം അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കണം. ഭാഗ്യത്തിന് ഞാൻ താമസിച്ച ഹോസ്റ്റലിലെ പുള്ളിക്കാരത്തി അതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നു. പിന്നെ അവിടെ തന്നെ ഈ സാധനങ്ങളൊക്കെ റെൻറ്റിന് എടുക്കാനും പറ്റും. 5 ദിവസം നീളുന്ന ട്രക്കിങ്ങിൽ 4 രാത്രി ഞാനവിടെ താമസിക്കണം. അതിൽ 2 ദിവസം നിൽക്കാൻ എനിക്ക് റൂം കിട്ടി. ബാക്കി 2 ദിവസം ഞാൻ സ്വന്തമായിട്ട് ടെൻ്റ് അടിച്ച് താമസിക്കണം. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ 5 ദിവസം കഴിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങലാണ്. ഇവിടെ ഇങ്ങനെ കുക്ക് ചെയ്യേണ്ടാത്ത, നേരിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് മീറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട്. അതൊക്കെയാണ് ട്രക്കിങ്ങിന് മുമ്പ് ഏറ്റവും സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ തിരിച്ച് റൂമിലെത്തിയിട്ട് അതും പിന്നെ 5 ദിവസത്തേക്ക് വേണ്ടിയുള്ള ഡ്രസ്സും എല്ലാം പാക്ക് ചെയ്തു. അങ്ങനെ ഏപ്രിൽ 28-ാം തീയതി കാലത്തെയുള്ള ബസ്സിന് ഞാൻ നാഷണൽ പാർക്കിലേക്ക് യാത്ര തിരിച്ചു. പ്യുഡേറ്റോ എന്നൊരു സ്ഥലത്ത് വേണം എനിക്ക് ഇറങ്ങാനായിട്ട്. അവിടെ നിന്നൊരു ബോട്ട് പിടിച്ചിട്ട് പൈന ഗ്രാൻഡേ എന്നൊരു സ്ഥലത്തേക്ക് പോകണം. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചായയും കുടിച്ച് ബർഗറും കഴിച്ച ശേഷം കാറ്റമാരൻ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ട്രക്കിങ് തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാനിവിടെ പൈന ഗ്രാൻഡേ എന്നുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെ നിന്ന് കാറ്റമാരൻ ഇറങ്ങി ബാഗിൽ ടെൻറ്റ് ഇവിടെ വെച്ചു. ബാഗ് നാളെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതുകൊണ്ട് ടെൻറ്റ് ഇവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞു. ടെൻറ്റ് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് തിരിച്ച് നാളെ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്ത് പോയാൽ മതി. അതുകൊണ്ട് സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ ക്യാമ്പോ ഗ്രേയിലേക്ക് പോവാണ്. ഇവിടെ നിന്നൊരു 4 മണിക്കൂർ എടുക്കും അങ്ങോട്ടേക്ക് പോകാനായിട്ട്. ഇന്നത്തെ ദിവസം ഞാൻ ഈ ഗ്രേ എന്ന് പറഞ്ഞ സ്ഥലത്തെ ക്യാമ്പിലാണ് താമസിക്കുന്നത്. അതിനുവേണ്ടി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ തിരിച്ച് പൈന ഗ്രാൻഡയിലേക്ക് തന്നെ വരും. ഇപ്പോൾ നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എന്താ പറയുക, അത്ര തണുപ്പില്ല. നടന്നു തുടങ്ങുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കണം ഏതായാലും. പക്ഷേ എൻ്റെ കണക്കൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള മഴയും കാറ്റുമായിരുന്നു ആദ്യത്തെ 2 മണിക്കൂർ. ഞാൻ വന്ന ആ തടാകം ദൂരെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടുന്ന് നല്ലൊരു വലിയൊരു കയറ്റമായിരുന്നു. ശരിക്കും ഒരു 10-500 മീറ്ററോളം ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. 2 വണ്ടി താഴേന്ന് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞായിരുന്നു. ഞാൻ പാസ് ചെയ്ത് പോകുമായിരിക്കും. ഏകദേശം പകുതി ദൂരമായെന്ന് തോന്നുന്നു. ഇവിടെ വലിയൊരു ഐസ് ഗ്ലേസിയർ കാണാം. അന്റാർട്ടിക്ക എത്തി. 2 മണിക്കൂറോളം കഴിഞ്ഞ് മഴ നിന്ന് വെയിൽ വന്നു. ഇപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇവിടെ ഇങ്ങനെ കുറേ മഞ്ഞ് കട്ടകൾ പോകുന്ന കാണാൻ പറ്റും. അത് ഒഴുകുന്നുണ്ടോ അത് അവിടെ തന്നെ നിൽക്കണോ എനിക്കറിയില്ല. പക്ഷേ ഇത് 2-3 നല്ല വിരിപ്പുള്ളതുണ്ട്.
അങ്ങനെ അവസാനം സ്ഥലം കണ്ടു. അവിടെ കുറച്ച് ഹോട്ടലുകൾ കാണാനുണ്ട്. അത് തന്നെ ആയിരിക്കുള്ളൂ. ഇന്നത്തെ രാത്രി ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. ഈ ഗ്രേയിലും പൈനഗ്രാൻഡയിലും ഹോട്ടൽ നടത്തുന്നത് വെർട്ടിസ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ബാഗ് അവിടെ വെച്ചിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞേക്കാളും മുമ്പ് കുറച്ച് ദൂരം കൂടി ചുമ്മാ നടന്നു നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ കുറച്ച് പോയി കഴിഞ്ഞാൽ ഐസ് ഗ്ലേസിയർ കാണാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു മെയിൻ ഐസ് ഗ്ലേസിയേഴ്സ് കാണണമെങ്കിൽ ഒരു 90 മിനിറ്റ് എടുക്കും, അത് നാളെ ചെയ്താൽ മതി. ഇന്നിപ്പോൾ ഇവിടെ അടുത്തുള്ള ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മ ഗംഭീര വ്യൂ. അവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകളോളം ഉണ്ട് ആ ഐസ് ഗ്ലേസിയർ. നമുക്കാണെങ്കിൽ ബോട്ടിൽ പോയിട്ട് അതിനരികത്ത് ചെന്നിട്ട് പിന്നെ കയാക്കിങ് ചെയ്യാം. പിന്നെ അതിൻ്റെ അവിടെ നിന്ന് കണ്ടോ കയറിയിട്ട് അതിന് മേളിൽ കൂടി ട്രക്ക് ചെയ്യാൻ പറ്റും. ഇതങ്ങോട്ട് മാറി ഒരു വലിയൊരു ഐസ് ഗ്ലേസിയറിൻ്റെ ഒരു കഷ്ണം ഇവിടെ കിടക്കുന്നുണ്ട്. അത് അവിടെ നിന്ന് വിട്ടിട്ട് ഇങ്ങോട്ട് ഒഴുകി വന്നാന്ന് തോന്നുന്നു. അവിടെ നിന്നൊരു മഴ വരുന്നുണ്ട്. അവിടെ ഞാൻ നൈസായിട്ട് ഇനി ഇട്ട് കൊടുക്കാൻ പോവാം. അങ്ങനെ പാത്തഗോണിയയിൽ ഒരു ദിവസം കഴിഞ്ഞു. ട്രക്കിങ്ങിൻ്റെ 2ാം ദിവസമായി ഇന്ന് എനിക്ക് ഇന്നലെ കണ്ട ഐസ് ഗ്ലേസിയേഴ്സ് കുറച്ചും കൂടി അടുത്ത് കാണാനായിട്ട് ഒരു 1.5 മണിക്കൂറോളം കൂടി ട്രക്ക് ചെയ്യണം. അത് കണ്ട ശേഷം പിന്നെ തിരിച്ച് ഗ്രേയിൽ വന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ബാഗ് എടുത്തിട്ട് ഇന്നലെ ഞാൻ ട്രക്കിങ് പുറപ്പെട്ട പൈനഗ്രാൻഡയിലേക്ക് തിരിച്ചു പോകണം. ഇന്ന് രാത്രി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. മണി ഇപ്പോൾ 9:15. ഞാൻ മഞ്ഞ് പെയ്ത് തുറന്നേക്കാളും മുമ്പ് ആ ഗ്ലേസിയറിൻ്റെ മുകളിലേക്ക് നടക്കാൻ പോകും. ഇന്ന് മഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞു. ഇതാണ് വെർട്ടിസിൻ്റെ ഗ്രേ ക്യാമ്പിലുള്ള ക്യാമ്പിംഗ് സൈറ്റ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ ടെൻറ്റ് ഓൾറെഡി തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് അവിടെ ടെൻ്റ് അടിച്ച് നമുക്ക് തന്നെ താമസിക്കാം. പിന്നെ ടെൻ്റ് അടിക്കുന്നവർക്ക്, ക്യാമ്പ് ചെയ്യുന്നവർക്ക് ഇവിടെ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുക്ക് ചെയ്യാം, ഭക്ഷണം കഴിക്കാം. അവിടെ ടോയ്ലറ്റും സൗകര്യങ്ങളുണ്ട്. പിന്നെ ചെറിയൊരു മിനി സ്റ്റോറൊക്കെ ഉണ്ട് അവിടെ. മഞ്ഞ് ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും അതിൻ്റെ ഈ ഗ്ലേസിയേഴ്സിൻ്റെ അരികത്തേക്ക് എത്താനായിട്ട്. അവിടെ 2 സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നിന്നാണ് ഏറ്റവും നല്ല വ്യൂ എന്നാണ് കേട്ടത്. സോ ഇന്നലെ ഞാൻ കണ്ട ഗ്ലേസിയേഴ്സിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് ഞാൻ എത്തി. ഇനി ഏകദേശം ആ വഴി കയറി അങ്ങനെ പോയി ആ ഗ്ലേസിയേഴ്സിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് എത്തും. ഇത് ആദ്യത്തെ വ്യൂ പോയിൻ്റാണ്. ഇനിയും ആ ഗ്ലേസിയേഴ്സിൻ്റെ പകുതി വരാൻ ഞാൻ നടന്നിട്ടുള്ളൂ. ഇനിയും നടക്കാനുണ്ട്. സൂര്യൻ ഉദിച്ചു, പക്ഷെ എന്നാലും മേഘങ്ങൾ കാരണം പിന്നെ മൂടിപ്പോയി. ഏകദേശം 1.5 മണിക്കൂറോളമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. 2ാമത്തെ പാലം ഇതുവരെ എത്തിയിട്ടില്ല. അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ച് നടക്കാനുള്ള പ്ലാൻ. അയ്യോ, ഒന്നും കാണാൻ പറ്റുന്നില്ലേ.
രണ്ടാമത്തെ പാലമെത്തി. ഇല്ല കുറച്ച് കാണാം. ഗ്ലേസിയേഴ്സിൻ്റെ കുറച്ച് ഭാഗം ഇവിടുന്ന് കാണാൻ പറ്റും. മഞ്ഞിപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗ്ലേസിയേഴ്സ് ഇപ്പോൾ കുറച്ചും കൂടി നല്ലോണം വ്യക്തമായിട്ട് കാണാം ഇവിടെ നിന്ന്. ഞാൻ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് മൂടിക്കെട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നു. പക്ഷേ ഇന്നലത്തെ അത്ര തെളിച്ചുമില്ല. കാരണം സൂര്യപ്രകാശം അടിച്ചത് നല്ല നീല കളറായിരുന്നു ഇന്നലെ നോക്കിയപ്പോൾ. ഇന്ന് ഇച്ചിരി ഇരുണ്ടിരിക്കുകയാണ് നല്ല. എന്തായാലും ഇതാണ് രണ്ടാമത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇതും കഴിഞ്ഞ് ഈ ഇത്രയും തന്നെ കയറിയിടത്തോളം ഇനിയും കയറിയാലേ അടുത്ത ചെക്ക് പോസ്റ്റിലേക്ക് എത്തുള്ളൂ. അവിടെ നിന്ന് പിന്നെയും വലത്തോട്ട് തിരിഞ്ഞ് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലേസിയേഴ്സിൻ്റെ അരികത്തൂടി നമുക്ക് നടക്കാൻ പറ്റും. ഗ്ലേസിയേഴ്സിന് മേളിൽ കയറാൻ പറ്റില്ല, അതിൻ്റെ അരികത്തൂടി നടക്കാൻ പറ്റും. ഒരു അരമണിക്കൂറോളം അവിടെ സമയം ചെലവഴിച്ച ശേഷം ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഉടനെ തന്നെ എനിക്ക് പൈന ഗ്രാൻഡയിലേക്ക് നടന്നു തുടങ്ങണം. ഇതാണ് ഞാൻ ഇന്നലെ താമസിച്ച റെഫ്യൂജിയോ. ഇതിവിടെ മുഴുവൻ റൂമുകളാണുള്ളത്. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യാം. അത് ക്യാമ്പിംഗ് സൈറ്റല്ല, ക്യാമ്പിംഗ് ചെയ്യാൻ വരുന്ന ആൾക്കാർ കുളിക്കാനും ഭക്ഷണമൊക്കെ പാകം ചെയ്യാനുള്ള സ്ഥലം. അങ്ങനെ തിരിച്ച് പൈന ഗ്രാൻഡ് ക്യാമ്പിലെത്തി. ബോട്ട് ഇതുവരെ വന്നിട്ടില്ല. 6:30-ക്കാണ് ഇന്നത്തെ അവസാനത്തെ ബോട്ടെന്നാണ് പറഞ്ഞത്. അതിന് പോകാനാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, 2 ദിവസത്തേക്കുള്ള ഹോട്ടൽ ബുക്കിംഗ് മാത്രമേ എനിക്കുള്ളൂ. പിന്നത്തെ 2 ദിവസം ഞാൻ സ്വന്തമായിട്ട് ടെൻ്റ് അടിച്ച് താമസിക്കേണ്ടി വരുന്നു. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ഏപ്രിൽ 30, അതായത് നാളത്തോടു കൂടി ഈ നാഷണൽ പാർക്ക് അടയ്ക്കും. പിന്നെ ഇത് സെപ്റ്റംബറിലേ തുറക്കുള്ളൂ. ഈ സമയങ്ങളിൽ ഇവിടെ കയറണമെങ്കിൽ ഇവർ അംഗീകരിച്ച ടൂറിസ്റ്റ് ഗൈഡുകളിലൊപ്പം ഒരു ഗ്രൂപ്പായിട്ട് മാത്രമേ നിങ്ങൾ ഇതിനകത്തേക്ക് കയറ്റിവിടത്തുള്ളൂ. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഏപ്രിൽ 30-ന് മുമ്പ് നിങ്ങൾ ഈ നാഷണൽ പാർക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ന് ഇറങ്ങുന്നു എന്നുള്ളത് അവരും ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാളെയും മറ്റന്നാളും ഞാൻ സ്വന്തമായിട്ട് ടെൻ്റ് അടിച്ച് താമസിക്കേണ്ടി വരും. മാത്രമല്ല പോകുന്ന വഴിക്കുള്ള ഹോട്ടലൊക്കെ അടച്ചിട്ടുണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഭക്ഷണവും തനിയെ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. കഴിഞ്ഞ 2 ദിവസമായി പരിചയപ്പെട്ട ഭൂരിഭാഗം പേരും ഇന്ന് തിരിച്ചു പോയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. ഇനി ഇവിടെ അധികം സഞ്ചാരികളില്ല. നാളത്തെ കാര്യം എന്താണെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഞാനങ്ങനെ തിരിച്ച് ഹോട്ടലിലേക്ക് നടന്നു. എന്നാലും ഇന്ന് ഞാനിവിടെ ക്യാമ്പ് ചെയ്യാൻ പോവാം. വേറൊരു മനുഷ്യനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈൻ ഗ്രാൻഡയിലേക്ക് പോകാനുള്ള എല്ലാവരും ഒരുമാതിരിപ്പെട്ടവർ പോയിട്ടുണ്ടാവും. ഈ യാത്രയുടെ ഇന്നത്തെ ദിവസമാണ് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടത്.